LDFന് തുടർഭരണമുണ്ടാകുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നും കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയെക്കുറിച്ച് പാർട്ടി പ്രവർത്തകനോട് പറഞ്ഞതാണെന്ന വിശദീകരണവുമായി പാലോട് രവി രംഗത്ത് വന്നു. എന്നാൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം പുല്ലമ്പാറയിലെ പാർട്ടി പ്രാദേശിക നേതാവിനോട് പാലോട് രവി സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തായത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടെ കോൺഗ്രസ് അപ്രസക്തമാവുമെന്ന് പാലോട് രവി പറയുന്നു. ഇങ്ങനെ പോയാൽ LDF അധികാരത്തിലെത്താൻ സാഹചര്യമുണ്ടാകുമെന്നും പാലോട് രവി വിശദീകരിക്കുന്നുണ്ട്. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ പ്രാദേശിക തലത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന ഉദ്ദേശത്തോടെ സംസാരിച്ചതാണെന്ന് പാലോട് രവി മീഡിയ വണ്ണോട് പറഞ്ഞു. ഇപ്പൊ ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഉണർവ് സംഘടനാപരമായി നല്ല ഉണർവുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങൾ കാണിക്കണമെന്ന് അവിടെ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ ആ പ്രവർത്തകനോട് പറയുന്നതാണ്. പാലോട് രവിയുടെ പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് നേതൃത്വത്തിനുള്ളത്. ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. പാലോട് രവിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും നേതാക്കൾക്കിടയിൽ ശക്തമാണ്. മീഡിയ വൺ, തിരുവനന്തപുരം.